ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വാട്സപ്പിൽ വരുന്ന ഒരു പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്സപ്പിൽ പുതിയ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി ഫസ്റ്റ് നമ്മുടെ മൊബൈലിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. നെക്സ്റ്റ് മുകളിലായി കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യാം. അടുത്തതായി ഈ കാണുന്ന സെറ്റിംഗ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ സെറ്റിംഗ്സ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ പേജിൽ പ്രൈവസി എന്ന ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ പ്രൈവസി പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ പേജ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇപ്പോൾ ഇവിടെ അഡ്വാൻസ്ഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അഡ്വാൻസ്ഡ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ പേജിൽ 3 ഓപ്ഷൻ കാണാം. ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജസ്, പ്രൊട്ടക്റ്റ് IP അഡ്രസ് ഇൻ കോൾസ്, ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂസ് എന്ന് 3 ഓപ്ഷൻസ് കാണാം. ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജസ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിൽ സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്ന് വരുന്ന മെസ്സേജസ്, അതായത് അൺനോൺ നമ്പേഴ്സിൽ നിന്ന് വരുന്ന മെസ്സേജസ് എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കും. സെക്കൻഡ് ഓപ്ഷനായ പ്രൊട്ടക്റ്റ് IP അഡ്രസ് ഇൻ കോൾസ് എന്ന ഓപ്ഷൻ എനേബിളിലിരുന്നാൽ നമുക്ക് വാട്സപ്പിൽ വരുന്ന കോൾസ് എല്ലാം സേഫ്റ്റി ആയിരിക്കും. തേർഡ് ഓപ്ഷൻ ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂസ്. ഈ ഓപ്ഷൻ എനേബിൾ ചെയ്താൽ നമ്മുടെ വാട്സപ്പിൽ ഷെയർ ചെയ്യുന്ന ചില യൂട്യൂബ് ലിങ്ക്സ് എല്ലാം അതിൻ്റെ തംബ്നെയിൽ കാണാൻ സാധിക്കുന്നതല്ല, ലിങ്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഈ ഫസ്റ്റ് ഓപ്ഷനായ ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജസ്, ഈ ഓപ്ഷനാണ് പുതിയ അപ്ഡേറ്റ്. അഡ്വാൻസ്ഡ് പേജിലെ 3 ഓപ്ഷൻസ് എനേബിൾ ചെയ്യുന്നത് കൊണ്ടുള്ള യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കിയായിരുന്നു. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വാട്സപ്പിലെ പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.